വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം സായാഹ്നത്തിൽ നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിലെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ, സന്നിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ, കരങ്ങൾ ശുചിയാക്കുവിൻ. അപ്പോൾ ഇവിടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ, ഹൃദയങ്ങളെ ശുചിയാക്കുവിൻ, കരങ്ങൾ ശുചിയാക്കുവിൻ. ശരീരത്തിൻ്റെ ശുദ്ധിയും ആത്മാവിൻ്റെ ശുദ്ധിയും. ആത്മാവ് ശുദ്ധിയായിട്ട് സൂക്ഷിച്ചാൽ നമ്മുടെ ശരീരവും നമ്മൾ ശുദ്ധിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ആത്മാവിനെ ശുദ്ധിയാക്കുവാനുള്ള കൂദാശ അതെന്താണ്? അത് വിശുദ്ധ കുമ്പസാരമാണ്. വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കണം. കൂടെ കൂടെ പോയി കുമ്പസാരിച്ച് നമ്മുടെ ആത്മാവിനെ ശുചീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും വിശുദ്ധി പ്രാപിക്കും, വിശുദ്ധിയുള്ളതായിട്ട് മാറും. ഈ കൃപയ്ക്ക് വേണ്ടി ഒരു ഗാനത്തിന് ഇരടിയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നല്ല കുമ്പസാരം നടത്തുവാൻ, പാപങ്ങളെല്ലാം ക്രമമായി എടുക്കുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങയുടെ അടുത്ത് വന്ന് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആത്മാവിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ, അങ്ങ് സ്ഥാപിച്ചിട്ടുള്ള കൂദാശയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ കർത്താവേ ഞങ്ങൾ കൃപ നൽകണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ശുദ്ധ കുമ്പസാരം എന്ന കൂദാശ, ആ കൂദാശയിൽ പ്രവേശിക്കുമ്പോൾ ഓടിപ്പോയി കുമ്പസാരിക്കുകയല്ല വേണ്ടത്. നന്നായിട്ട് ഒരുങ്ങണം. നമ്മുടെ ജീവിതത്തിലെ ലഘുപാപങ്ങളെ എപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. മാരകമായ പാപങ്ങൾ മനസ്സിലോർത്ത് നമ്മൾ കുമ്പസാരിക്കും. അപ്പോൾ ലഘുപാപങ്ങൾ ഒരിക്കലും മറക്കുവാൻ പാടില്ല കേട്ടോ.
അപ്പോൾ ലഘുപാപങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്തെടുത്ത്, മാരക പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്ത് നന്നായിട്ട് കുമ്പസാരിക്കണം. അതോടൊപ്പം കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം കുമ്പസാരിക്കാൻ പോവാൻ. അതൊരു കൂദാശയാണ്. നമുക്ക് കാണുന്നില്ല, കൂദാശയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ കൂദാശയിൽ വലിയ കൃപാവരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശ അത് വളരെ ഒരുങ്ങി, സമയമെടുത്ത് ഒരുങ്ങി വേണം പോയി കുമ്പസാരിക്കുവാൻ. നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചൊരുങ്ങണം, പാവങ്ങൾ ഓർത്തൊരുങ്ങണം. അതിനുള്ള കുമ്പസാരത്തിനുള്ള ജപമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിപ്പിക്കുന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച്, അച്ഛനും വിശുദ്ധി ജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്നും പ്രാർത്ഥിച്ചു, എനിക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ നന്നായിട്ട് ഒരുങ്ങി സമയമെടുത്ത് വേണം പോയി കുമ്പസാരിക്കാൻ. ആ ഒരു കൃപാവരത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാ